ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? ഇന്നൊരു നല്ലൊരു വൈതളങ്ങയും അയിലയും കറിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് തക്കാളി ഒന്ന് തക്കാളിയും കരിവേപ്പിൻ്റെ ഇലയും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തക്കാളി ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. നന്നായിട്ട് ഇത് വെന്ത് ഉടയണം കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ മീനെല്ലാം കുറവാണെങ്കിൽ അതിൽ 2 വൈതലങ്ങെല്ലാം ഇട്ട് വെച്ചാൽ നല്ലതാണ്. മുരിങ്ങക്കായി അതേത് മീനായാലും കുഴപ്പമില്ല, ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ എൻ്റെ അടുത്ത് ഒരു 4 കഷ്ണം മീനേ ഉള്ളൂ. പിന്നെ ഉണ്ടമുളകാണ് എടുത്തിട്ട് അത് ഭയങ്കര ടേസ്റ്റ് മീനിട്ടാൽ ഒരു വൈതളങ്ങി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് ഒരു കറി കാണിക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങയിൽ ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇത് മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ തക്കാളി വേകുമ്പോഴത്തേന് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് അതിലേക്ക് നമ്മളിനി കുടംപുളി ഇട്ട് കൊടുക്കണം. തക്കാളി നല്ല തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം കുടംപുളി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. നന്നായിട്ട് വേവണം. നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി നോക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ കുടംപുളി എല്ലാം വന്നിട്ട് അതിലേക്ക് നല്ല പുളി ഇറങ്ങും. അപ്പോൾ മീനെല്ലാം കുറവാണെങ്കിൽ ഇതേപോലെല്ലാം ഒന്ന് ഇട്ടെടുക്കുക. അത് നമുക്കിപ്പോൾ ഈ പച്ചക്കറി ഏതും വേണമെങ്കിൽ നമുക്ക് മീനിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പച്ചക്കായ, മുരിങ്ങക്കോല്, പിന്നെ അതേപോലെ നമ്മളെ പടവലങ്ങ, കോവക്ക ഇതെല്ലാം മീനിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ വൈതളങ്ങ, പിന്നെ കോവക്ക സൂപ്പറാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് എന്താക്കാം, മീനിൽ ചേർത്തിട്ട് തേങ്ങ അരച്ച് കറി വെക്കാം കേട്ടോ. അപ്പം നല്ല തക്കാളി എല്ലാം ഉടഞ്ഞ് അപ്പോൾ ആ സമയമാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഉടയാൻ പാടില്ല, അതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഒറ്റൊരു വൈതളങ്ങ ഇട്ടിട്ടുള്ളൂ, മുളകും അതിലിട്ട് കൊടുക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റുമാണ്. മുളക് ഞാൻ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലേ ഉപ്പും മുളകെല്ലാം ഇതെല്ലാം പുളിയെല്ലാം അതിൽ പിടിക്കുകയുള്ളൂ. ഈ സമയത്താണ് നമ്മൾ ഉപ്പിടണം. ഈ സമയത്ത് ഉപ്പിടണം, എന്നാലും ഇതിൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ബാക്കി മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങയിൽ അരച്ചുകൊണ്ട് കുറച്ച് ഇതിൽ പിടിക്കാൻ മാത്രമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഉപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിടണം കേട്ടോ. ഉപ്പ് കൂടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് നന്നായിട്ടൊന്ന് വരണം. ഇങ്ങനെ തിളച്ചാൽ മതി, ഓവർ കുക്കാവേണ്ടത്. ഇതിൽ നമ്മൾ മീനും കാര്യങ്ങളെല്ലാം ഇടുമ്പോൾ കറക്റ്റ് വേവായിട്ട് വരും. അതുകൊണ്ട് പറഞ്ഞാൽ വൈതളങ്ങ മുളകൊന്നും ഓവർ കുക്കാവോളം വെയിറ്റ് ചെയ്യണ്ട. ഇനി നമ്മൾ തേങ്ങ അരച്ച് പാരണം. അത് ഓവർ തേങ്ങ എടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഒരു പിടി തേങ്ങ മതി. ഇതിലേക്ക് കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ മാത്രം നമ്മൾ മീനിടാൻ പാടുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കുക. അടിപൊളി കറിയാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് വറവിടുന്നവർക്ക് വറവിടാം. പിന്നെ അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുത്തിട്ട് പിന്നെ കരിവേപ്പ് ഇട്ട് കൊടുത്താണ് കേട്ടോ. ഇതിൽ ചെറിയുള്ളിയിൽ വറവിടാം, ഉലുവയിൽ വറവിടാം, എല്ലാം ചെയ്യട്ടോ. അത് നിങ്ങൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചെയ്തോളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് എന്താക്കാം, നമ്മളെ അയില ഇട്ട് കൊടുക്കാം. അയിലയാകുമ്പോൾ നല്ല രസം. അയിലൻ്റെ കൂടെ ഏതിട്ടാലും നല്ല രസം തന്നെയാണ്. ഏത് പച്ചക്കറി ഇട്ടാലും കോവക്കെല്ലാം ഇട്ടിട്ട് നിങ്ങൾ ഇതേപോലെ വെച്ച് നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. നല്ല തിളച്ച് നമുക്കൊന്ന് ഇതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മീനിട്ട് കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്നാവും ചെയ്യും. ഈ തക്കാളി വേകുമ്പോൾ തന്നെ നമുക്ക് തേങ്ങ അരച്ച് വെക്കാം. ഇത് പണിയില്ലല്ലോ, ഒന്നും നമ്മൾ വാട്ടുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന്
ആയി വരും ഈ കറി. സമയമില്ലാത്തപ്പോൾ നമ്മൾ ഓടി വന്ന് ഉണ്ടാക്കാൽ പെട്ടെന്നാവും മീനുണ്ടെങ്കിൽ. നല്ല തിളച്ച് ഇനി നമുക്ക് അതിലിട്ട് കൊടുക്കാം. അതിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് താത്തി കൊടുക്കുക. ഓവർ ഇളക്കി ഇതാക്കാൻ നിൽക്കണ്ട. ഓവർ ഇളക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, അയിലെല്ലാണ് പെട്ടെന്ന് പൊട്ടിപ്പോൾ. ഇനി ഇളക്കിയേ വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് ചിറ്റിച്ച് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരണം. പിന്നെ ഒരു തള തളിച്ചിട്ട് പിന്നെ മൂടി തുറന്ന് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. അത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട. നമ്മളിങ്ങനെ ഓവർ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂടി ദമ്മായി നിന്നിട്ട് നമ്മളെ മീൻ ഉടയും. അപ്പോൾ ഒരു തള തളിച്ചിട്ട് എന്താക്കണം, മൂടി എപ്പോഴും ഓപ്പണാക്കി വെച്ചോക്കാം. ആ മീൻ ഒന്നും ഉടയാതെ കിട്ടും. ചില ആൾക്കാരെ മീൻ കറിയെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ അയിലിങ്ങനെ എന്താ പീസായിട്ട് കിടക്കുന്നുണ്ടാവും. അലിഞ്ഞിട്ട് വെന്ത് പായസമായ പോലെ ഇങ്ങനെ വേറെ വേറെ കിടക്കുന്നുണ്ടാവും. മുള്ള് വേറെ ഉണ്ടാവും, കഷ്ണം വേറെ ഉണ്ടാവും. അതെല്ലാം കാരണം എന്താണെന്നാ, ഈ വേവോളം നിങ്ങൾ മൂടി വെച്ച് വേവിച്ചിട്ടാണ്. ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി. നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഈ പച്ചക്കറി മീനോ കുടംപുളിയോ കണ്ട, അതിലൊന്നും കണ്ട. ഇതേപോലെ പൊട്ടാതെ എല്ലാ മീനും ഇതേപോലെ ഒന്ന് തള വരുമ്പോൾ തന്നെ മൂടി തുറന്നിക്കുക. ബാക്കി വേല നമ്മൾ മൂടി തുറന്നിച്ചിട്ട് വേണം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അതിൽ കുറച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് വെളിച്ചെണ്ണ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയിൽ ഉലുവയിൽ എല്ലാം വറവിടും കേട്ടോ. ചുവന്നമുളകെല്ലാം ഇട്ടിട്ട് വറവിട്ട് കൊടുക്കുക. കരിവേപ്പില മൂപ്പിച്ചിട്ടാൽ നല്ല രസം ഉണ്ടാവും. പക്ഷേ ഞാൻ പച്ച വെളിച്ചെണ്ണ ഇട്ടിച്ച് കരിവേപ്പിൻ്റെ ഇല മാത്രം ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. കരിവേപ്പ് കുറച്ച് കൂടുതൽ ഇട്ടാലും ഇത് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എന്താക്കുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കണം കേട്ടോ. മറക്കരുത്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ടും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവർക്കും ഒന്ന് ലിങ്ക് വിട്ടെടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നമ്മളെ കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മളൊരു ചീര, പടവലങ്ങയും ചീരയാണ് കേട്ടോ തോരൻ ഉപ്പേരി വെക്കുന്നത്. ഞാൻ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ, കടുക്, ഞാൻ അധികം എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കൽ. നമുക്ക് പൂരി ചുടാനി അല്ല പഴംപൊരി ഇതിനെല്ലാം മാത്രമാണ് ഓയിലെടുക്കൽ. എല്ലാം വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണക്കാണ് ചിലവ് കൂടുതൽ. ഓയിലൊന്നും ചിലവേ ഇല്ല. കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് നമുക്ക് ആദ്യം പടവലങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് വെന്ത് വരുമ്പോൾ ചീരയും പിന്നെ നമ്മളെ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതെല്ലാം ഇട്ട് കൊടുക്കുക. അത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ മാത്രം ചീര ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് എന്തും ഉണ്ടാക്കുക, എന്തിൻ്റെ കൂടെ ചേരുന്നല്ല, എല്ലാത്തിൻ്റെ കൂടിയും ചേർന്ന് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടാണെങ്കിൽ ഇപ്പോൾ പയറ്, പടവലങ്ങ, അതേപോലെ നമ്മളെ പിന്നെ എന്താ പറയുക, എല്ലാ പച്ചക്കറിയും, ക്യാരറ്റ്, ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് നിങ്ങളൊന്ന് ഉപ്പേരി വെച്ചോക്കുക, തോരൻ വെച്ചോക്കുക. സൂപ്പറാണ്. എല്ലാം കുറച്ച് എടുത്തിട്ട് എല്ലാം പാടെ മിക്സ് ആക്കിയിട്ട് തോരൻ വെച്ചാലും സൂപ്പറാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പിട്ടാലേ ഇതിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ചീര ഇട്ട് കൊടുക്കട്ടെ. ചീര ഞാൻ വലിയ ചെറുങ്ങനല്ല അരിഞ്ഞത്, കുറച്ച് വലുതാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിരുന്നത്. ചീര എന്തായാലും നമ്മളൊന്ന് ആവി വരുമ്പോൾ തന്നെ ഉടയും. ആ സമയം തന്നെ എന്താക്കണം, നമുക്ക് തേങ്ങ ഇട്ടിട്ട് ഇളക്കി കൊടുക്കരുത്, ഒന്ന് അമർത്തി
വെച്ച് കൊടുക്കുക മൂടിയോണ്ട്. ഇത് തേങ്ങയും പച്ചമുളകും ഒരു വെളുത്തുള്ളിൻ്റെ ഇതുകൊണ്ട് കേട്ടോ. ഇതൊന്ന് ചതക്കുക നല്ലത്. പക്ഷേ എനിക്കിവിടെ ചെറിയ മിക്സി ഇല്ല, അതുകൊണ്ടാണ് ഒതുക്കാനുള്ള മിക്സി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് നാണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് അമർത്തി കൊടുക്കുക, എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇതും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എല്ലാം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഇതെന്താക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ചീരെല്ലാം നന്നായിട്ട് ഉപയോഗിക്കാൻ നോക്കുക, നന്നായിട്ട് കഴുകാൻ നോക്കുക. നമ്മൾ ഇവിടുന്ന് കടയിൽ നിന്നെല്ലാം നമ്മളെ പറമ്പിലുണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുമ്പോൾ നന്നായിട്ട് കഴുകി കുറേ സമയം വെള്ളത്തിലും എല്ലാം ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി നല്ലൊന്ന് അമർത്തി വേവിച്ചെടുക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ, ഇതും പെട്ടെന്നായി. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഉണ്ടല്ലോ, മീൻ കറിയും ചീരയും പടവലങ്ങ തോരനും. എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.